Okay, so Samsung's latest phone Samsung Galaxy F22 ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. കുറേ നല്ല ഫീച്ചേഴ്സ് അഫോർഡബിൾ ആയ പ്രൈസിൽ വരുന്നുണ്ട്. നമുക്കതെല്ലാം നോക്കാം. അതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പ്ലസ് ഇതിൻ്റെ ഇമേജ് സാമ്പിൾസ് ആൻഡ് വീഡിയോ സാമ്പിൾസ് എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് സാംസങ് ഗാലക്സി F22 എന്ന ഫോണിൻ്റെ പാക്കേജിങ്. ലെറ്റ്സ് അൺബോക്സ്. സോ ഇതാണ് മെയിൻ ബോക്സ് കണ്ടൻസ്. ഫോണുണ്ട്, അതിനോടൊപ്പം തന്നെ 15 വാട്ടിൻ്റെ ചാർജർ, USB Type C ചാർജിങ് കേബിൾ, ഡോക്യുമെൻറ്റേഷൻ, ഫൈനലി സിം ഇജക്ടർ പിൻ. ഫസ്റ്റ് തന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു സംഭവമാണ്, നോർമലി സാംസങ്ങിൻ്റെ ബാക്ക് കവറൊക്കെ നല്ല ഗ്ലോസി ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ഡെനിം ഫിനിഷ്, ഒരു മാറ്റ് ഡെനിം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സോ അതൊരു പോസിറ്റീവ് പോയിന്റ് ആണ്. ഗ്ലോസി അല്ല, മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ്സ് ഗുഡ്. നല്ലൊരു ഇൻഹാൻഡ് ഫീൽ തരുന്ന ഒരു ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി F22. ഓവർ വെയ്റ്റും അല്ല, എന്നാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റും അല്ല. ഓൾമോസ്റ്റ് 203 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. സോ ദാറ്റ്സ് ഓക്കെ. 9.4 mm തിക്നെസ്സും വരുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കും ഫ്രെയിമും പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. 2 കളർ ഓപ്ഷൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്, ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഇത് ബ്ലാക്ക് വേരിയൻ്റ് ആണ്, മറ്റൊരു ബ്ലൂ വേരിയൻ്റ് ഉണ്ട്. ഫോണിൻ്റെ ടോപ്പിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. റൈറ്റ് സൈഡിൽ വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ പ്ലസ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ. ബോട്ടം സൈഡിൽ ഹെഡ്ഫോൺ ജാക്ക്, മൈക്ക്, USB Type C പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൽ 6.4 ഇഞ്ചിൻ്റെ ഒരു കോമ്പാക്ട് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്, ഫുൾ HD+ അല്ല. സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ ആണ്. അതിനോടൊപ്പം തന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. സോ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ 90 ഹെർട്സ് വിത്ത് സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻ ഉള്ള ഏക ഫോൺ സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സി F22 ആണ്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. 600 നിറ്റ്സിൻ്റെ ആണ് മാക്സ് ബ്രൈറ്റ്നസ്. നോച്ച് അല്ലെങ്കിൽ ഡ്രോപ്പ് നോച്ച് ആണ് വരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് പഞ്ച് ഹോൾ ആണ്. സോ സാംസങ് എന്തായാലും നോച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡിസ്പ്ലേയുടെ ചുറ്റുമുള്ള ബെസൽസ് നോക്കുകയാണെങ്കിൽ ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ് ഓക്കെ ആണ്. നല്ല ബെസൽസ്, തിൻ ബെസൽസ് ആണ്. ബോട്ടം ചിൻ അത്യാവശ്യമുണ്ട്. സോ അത്യാവശ്യം കനമുള്ള ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൽ സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല വ്യൂയിങ് ആംഗിൾസ് ആണ്. അങ്ങനെ ടിൻറ്റിങ്, ഡാർക്കനിങ് ഒന്നും നടക്കുന്നില്ല. നല്ല വ്യൂയിങ് ആംഗിൾസ് ആണ്. അതിനോടൊപ്പം തന്നെ നല്ല കളേഴ്സ് ഉണ്ട്, നല്ല കോൺട്രാസ്റ്റ് ആണ്, പോപ്പിംഗ് കളേഴ്സ് ആണ്, ഡീപ്പ് ബ്ലാക്സ് ഒക്കെ വരുന്നുണ്ട്. നോർമലി സാംസങ്ങിൻ്റെ സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ ഫോൺസിൽ നല്ല ഡിസ്പ്ലേ ആയിരിക്കും, ഇതിൽ നല്ല ഡിസ്പ്ലേ ആണ്. പിന്നെ HD+ ഡിസ്പ്ലേ ആയതുകൊണ്ട് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയുടെ ആ ഒരു ക്രിസ്പ്നെസ്സും ആ ഒരു ഷാർപ്നെസ് ഇതിൽ കിട്ടില്ല. അങ്ങനെ മോശമായ ഡിസ്പ്ലേ ആണ് എന്ന് ഞാൻ പറയുന്നില്ല, നല്ല ഡിസ്പ്ലേ തന്നെയാണ്. വീഡിയോ, ഇമേജസ്, ടെക്സ്റ്റ് ഒക്കെ നല്ല ക്ലിയർ ആണ്, നല്ല രീതിയിൽ വിസിബിൾ ആണ്. ഫുൾ HD+ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ഡിഫറൻസ് നിങ്ങൾ അറിയാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അറിയില്ല. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ ഓൺലൈൻ സ്ട്രീമിംഗ് വെബ്സൈറ്റ്, അതായത് ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ, ഇതിലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 720p റെസൊല്യൂഷൻ, അതായത് HD റെസൊല്യൂഷൻ വീഡിയോസ് കാണാൻ കഴിയും. നോ ഇഷ്യൂസ്. ഈ ഫോണിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. സോ സെറ്റിംഗ്സിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ കുറേ കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ആയ ക്ലോക്ക് ഒക്കെ ഇടാൻ പറ്റും. പിന്നെ ഡൈനാമിക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. 4GB 64GB ആൻഡ് 6GB 128GB ആണ് 2 റാം സ്റ്റോറേജ് വേരിയൻസ്. LPDDR4X റാം ആണ് വരുന്നത്. eMMC 5.1 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ആയ സിം സ്ലോട്ടിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് 2 സിമ്മും ഒരു SD കാർഡ് ഒരുമിച്ച് യൂസ് ചെയ്യാൻ കഴിയും. ഈ ഫോണിൽ MediaTekൻ്റെ Helio G80 ചിപ്സെറ്റ് ആണ് വരുന്നത്. 12 നാനോമീറ്റർ ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. 2.0 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. നോർമലി 9,000-10,000 രൂപ വില വരുന്ന ഫോൺസിൽ വരുന്ന ഒരു ചിപ്സെറ്റ് ആണ് MediaTekൻ്റെ Helio G80. സ്റ്റിൽ നോർമൽ യൂസിൽ അങ്ങനെ ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. പിന്നെ G80 ആയതുകൊണ്ടും കൂടെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നതുകൊണ്ട് ചെറിയ സ്റ്റട്ടേഴ്സ് നിങ്ങൾ ഫേസ് ചെയ്യും. അവിടെ ഇവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം, സ്വൈപ്പ് ചെയ്യുമ്പോഴൊക്കെ ചില സ്ഥലങ്ങളിൽ സ്റ്റട്ടേഴ്സും ലാഗ്സും നിങ്ങൾ ഫേസ് ചെയ്തേക്കാം. കാരണം Helio G80 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. BGMI കളിച്ച് നോക്കിയിരുന്നു, സ്മൂത്ത് അൾട്രാ സെറ്റിങ്സിൽ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, G80 ഒരു ബഡ്ജറ്റ് ചിപ്സെറ്റ് ആണ്. സോ ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ കിട്ടാൻ പോകുന്നത്. ഇതൊരു ഗെയിമിംഗ് ഫോണല്ല. വെറുതെ അരമണിക്കൂർ, 1 മണിക്കൂറൊക്കെ വെറുതെ ടൈം പാസിന് വേണ്ടി കയറി കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നോട്ട് ഫോർ സീരിയസ് ഗെയിമിംഗ് എക്സ്പീരിയൻസ്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് Android 11 വരുന്നുണ്ട് വിത്ത് One UI 3.1 കോർ. സോ ഫുൾ One UI അല്ല, One UI 3.1 കോർ ആണ് വരുന്നത്. നല്ല രീതിയിൽ ബ്ലോട്ട്വെയർസ് ഉണ്ട്. നോർമലി സാംസങ്ങിൻ്റെ ഫോൺസിൽ ഔട്ട് ഓഫ് ദ ബോക്സ് കുറേ ബ്ലോട്ട്വെയർസ് വരാറുണ്ട്, ഇതിലും കൊടുത്തിട്ടുണ്ട് ബ്ലോട്ട്വെയർസ് ഉണ്ട്. നോക്സിൻ്റെ സെക്യൂരിറ്റി വരുന്നുണ്ട്, നോക്സ് ലൈറ്റിൻ്റെ സെക്യൂരിറ്റി ആണ് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ. സോ നോക്സിൻ്റെ ലൈറ്റ് വെർഷൻ ആയതുകൊണ്ട് ഇതിൽ സെക്യൂർ ഫോൾഡർ അല്ലെങ്കിൽ
Alt-Z സ്വിച്ചിൻ്റെ ഓപ്ഷൻ ഒന്നും വരുന്നില്ല. ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ ആണ് പ്രൈമറി ക്യാമറ, പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2+2 മാക്രോ ആൻഡ് 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് വരുന്നുണ്ട്. മാക്സിമം വീഡിയോ 1080p 30 FPS ആണ്. ഇതിൻ്റെ ഫോട്ടോ പെർഫോമൻസ് ആണെങ്കിലും വീഡിയോ പെർഫോമൻസ് ആണെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സ്പെഷ്യലി ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ 11,000 12,000 റുപ്പീസ് പ്രൈസ് കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ നല്ല ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സോ അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ച് ഒക്കെ വരുന്നുണ്ട്, നല്ല കളേഴ്സ് ആണ്. ചില ഫോട്ടോസിൽ കളർ അത്യാവശ്യം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ കളേഴ്സിൻ്റെ സാച്ചുറേഷൻ കൂട്ടുന്നുണ്ട് ചില ഫോട്ടോസിൽ. പക്ഷേ മോസ്റ്റ്ലി ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ഫോട്ടോ എക്സ്പീരിയൻസ് ആണ്. ഈവൻ സ്പെഷ്യലി ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോസിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്, സ്കിൻ ടോൺ ഒക്കെ നല്ലതാണ്. ഓൾമോസ്റ്റ് ആക്യുറേറ്റ് സ്കിൻ കളേഴ്സ് തരുന്നുണ്ട്, ദാറ്റ് ഈസ് ഗുഡ്. ഫുൾ HD 30 FPS വീഡിയോസ് നല്ലതാണ്. നല്ല രീതിയിൽ ഫോക്കസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഫോക്കസ് ഹണ്ടിങ് ഒന്നുമില്ല. ഫോക്കസ് ചേഞ്ച് ഒക്കെ നല്ല രീതിയിൽ നല്ല സ്മൂത്ത്ലി വർക്ക് ആവുന്നുണ്ട്. ഈവൻ എക്സ്പോഷർ കൺട്രോളും നല്ലതാണ്. സോ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. നല്ല സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടിയത്. ചില ഫോട്ടോസിൽ HDR മോഡ് ഓണായി വരുമ്പം സാച്ചുറേഷൻ കൂടുന്നുണ്ട്, റെഡ്സ് ഒക്കെ നല്ല റെഡ് ആവുന്നുണ്ട്, ഫേസ് ഒക്കെ ലേശം റെഡ് ഓറഞ്ചസ് ആവുന്നുണ്ട്. HDR മോഡ് ഓൺ ആയിരിക്കുന്നത് മാത്രമാണ്. നോർമൽ മോഡിൽ എനിക്ക് ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. ഈവൻ പോർട്രേറ്റ് നല്ലതാണ്. ചില സ്ഥലങ്ങളിൽ സ്മജ്ജി എഡ്ജസ് ഒക്കെ വരുന്നുണ്ട്, എഡ്ജ് ഡിറ്റക്ഷൻ അത്രയും പോരാ. അൾട്രാ വൈഡ് ക്യാമറ പെർഫോമൻസ് ഡീസൻ്റ് ആണ്. 8 മെഗാ പിക്സൽ ആയതുകൊണ്ട് ലേശം സോഫ്റ്റ് ഫോട്ടോസ് ആണ് വരുന്നത്. മാക്രോ ഹിറ്റ് ആൻഡ് മിസ് ആണ്. ചില സമയങ്ങളിൽ ഓക്കെ മാക്രോ ഫോട്ടോസ് വരാറുണ്ട്, ചില സ്ഥലങ്ങളിൽ അൺയൂസബിൾ മാക്രോ ഫോട്ടോസ് ആണ്. സോ മാക്രോന് വേണ്ടി ഈ ഒരു ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ എന്തായാലും ഓവറോൾ ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെൽഫി ആണെങ്കിലും റിയർ ആണെങ്കിലും ഐ ആം സാറ്റിസ്ഫൈഡ്. 6000 mAh ഒരു വലിയ ബാറ്ററി വരുന്നുണ്ട്. സോ ബാറ്ററി ബാക്കപ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. 15 വാട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത് ബോക്സിൽ, പക്ഷേ 25 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ചാർജിങ് സ്പീഡ് കൂട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ എക്സ്ട്രാ 25 വാട്ടിൻ്റെ ചാർജർ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സ്പീക്കറിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം ഡീസൻ്റ് ആണ്. കുറച്ചും കൂടി വോളിയം ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നതിന് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ, ഡീസൻറ്റ് സ്പീക്കർ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ്സ് ഗുഡ്. സോ ബാക്കിലല്ല സൈഡിലാണ്. സോ നല്ലതാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലും സാംസങ് ഇപ്പം സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തരുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. ഫേസ് അൺലോക്കും വരുന്നുണ്ട്. രണ്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഡ്യുവൽ 4G വോൾട്ടീൻ്റെ സപ്പോർട്ട് ഉണ്ട്. വൈഫൈ കോളിംഗ് എനേബിൾ ചെയ്യാൻ കഴിയും. ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. FM റേഡിയോൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. ക്യാമറ ടു API ലിമിറ്റഡ് ആണ്. SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. ഈ സാംസങ് ഗാലക്സി F22ൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 12,499. പക്ഷേ ഇപ്പോൾ ഒരു ഇൻട്രോഡക്ടറി ഓഫർ ഇവർ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ പ്രീപെയ്ഡ് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ 1000 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. സോ ഫൈനൽ പ്രൈസ് ആയിരിക്കും 11,499. ആ പ്രൈസ് പോയിന്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പ്ലസ് സാംസങ് എന്ന ബ്രാൻഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി F22. കുറേ നല്ല ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് സാംസങ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അൺബോക്സ് ചെയ്ത സാംസങ്ങിൻ്റെ M32 ഉണ്ടല്ലോ, ആ M32 എന്ന ഫോണിൻ്റെ ഒരു ലൈറ്റർ വെർഷൻ, ഒരു മോർ അഫോർഡബിൾ വെർഷനാണ് ഈ സാംസങ് ഗാലക്സി F22. ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.